നമ്മുടെയൊക്കെ വീടുകളിൽ ചോറ് ബാക്കി വരാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ബാക്കി വന്ന ചോറ് കൊണ്ട് ഇങ്ങനെ ഒരു വിഭവം നിങ്ങൾ ഇതുവരെയും ഉണ്ടാക്കി കാണില്ല. ചോറും ആട്ടപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സുമൊക്കെ ഇനി വെറും 5 മിനിറ്റിൽ റെഡിയാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ആദ്യം തന്നെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഇതുപോലെ ഒരു ബൗള് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഒരു ബൗളിന് ഒരു ബൗള് ആട്ടപ്പൊടിയാണ്. 1 കപ്പ് ചോറാണ് എടുക്കുന്നത് എങ്കിൽ 1/2 കപ്പ് ആട്ടപ്പൊടി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. 2 മുട്ട കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന ഭാഗം ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. മാവ് ഒരുപാട് കട്ടിയാകാതെ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ദോശമാവിനേക്കാൾ അല്പം കൂടി കട്ടി ഉണ്ടായിരിക്കുകയും വേണം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, തക്കാളി, മല്ലിയില, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. തക്കാളി വേണ്ട എന്നുള്ളവർക്ക് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് കറികളൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ച് അധികം കട്ടി കുറയ്ക്കാതെ, അതായത് ഊത്തപ്പത്തിൻ്റെ വലിപ്പത്തിലൊക്കെ ആയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതുപോലെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂടി വെച്ച് അടച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. അടിവശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് മറിച്ചിട്ടിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കുക. ഇതുവരെയും ഇതുപോലെയുള്ള റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളും കറികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ല സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ദോശ അല്ലെങ്കിൽ അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. തക്കാളി സോസിൻ്റെയോ ചമ്മന്തിയുടെയോ കൂടെയോ അല്ലെങ്കിൽ വെറുതെയോ ഇത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.